കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. മധുരത്തോടുള്ള റെസിപ്പി. പഴംപൊരിക്കൊക്കെ അരിയണ പോലെ ഇത് ചെറുതായിട്ട് നീളനെ അരിഞ്ഞെടുക്കുക കേട്ടോ. തിന്നായിട്ട് അരിഞ്ഞെടുക്കുക. നെയ്യ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പഴം എടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ 2 പഴമാണ് ഞാൻ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ മുരിയണമെന്നില്ല കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു കൂട്ട് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാൻ മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ എന്ന അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മുട്ട ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് മൈദ എന്ന അളവിലാണല്ലോ എടുത്തത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് അളവിൽ ഇതിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് 2-3 ടീസ്പൂൺ എന്ന അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരത്തിനനുസരിച്ച് ഇടാം. നമ്മളൊരു കോട്ടിങ് തയ്യാറാക്കാനാണ്. അപ്പോൾ അതിനൊരു മധുരം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ കോട്ടിങ്ങിന് ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മിക്സിംഗ് ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുപ്പ് കത്തിച്ച് നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എന്ന അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 മൂടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമുക്ക് എല്ലാവരും നാണ വരെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതേപോലെ ഓരോ പഴം വെച്ച് കൊടുക്കാം കേട്ടോ. കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതേപോലെ ഒരറ്റം ഇതേപോലെ ഓരോ ഭാഗമായിട്ട് റോൾ ചെയ്തെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.